E20 ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ വണ്ടിക്ക് പെർഫോമൻസിന് നല്ല വ്യത്യാസമുണ്ട്, മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്, പിന്നെ കാർബറേറ്റർ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ 15 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണിത്, ഇനി ഉടനെ റീടെസ്റ്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. കാരണം റീടെസ്റ്റ് ചെയ്താൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഗവൺമെൻറ് E30 ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും E20 കമ്പാറ്റബിളുടെ വണ്ടി ഇറങ്ങുന്നുണ്ട്, E20 പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ വണ്ടി കൊണ്ടുനടക്കുന്ന സാധാരണക്കാരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ സ്പ്ലെൻഡർ, പാഷൻ പ്രോ, സി ഡി ലക്സ് അതുപോലത്തെ വണ്ടിയെ കൊണ്ടു നടക്കുന്നവർക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ കൊണ്ടു നടന്നിരുന്ന ഇപ്പോൾ പണി വരുന്നുണ്ട്, മൈലേജിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതിയൊരു വണ്ടി അഫോർഡ് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതുപോലുള്ള ആളുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഡൗട്ടാണ്. ഇത്രയും വർഷം ഈ വണ്ടി കൊണ്ടുവന്ന സ്ഥിതിക്ക് എനിക്കിതിനെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ടെസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഈ 5 വർഷം E30 വന്നാലോ ഇല്ലയെന്ന് ഞാൻ കെയർ ചെയ്യുന്നില്ല. എന്തായാലും പോകുന്നിടത്തേം പോകുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ആലപ്പുഴയിൽ നിങ്ങളുടെ പരിചയത്തിൽ ടെസ്റ്റ് വർക്ക് നന്നായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുള്ള് വർക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് E20 കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ദിസ് ഈസ് മീ സാക്ഷിയാർ. ഇനി മറ്റൊരു വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ.